നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത, കൗതുകം തീരാത്ത ചിലതുണ്ട്. ചില വ്യക്തികളാകട്ടെ, ചില സിനിമകളോ പാട്ടുകളോ ചില സംഭവങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ ഒന്നാണ് മലയാളിക്ക് മോഹൻലാൽ. ഒരു നടൻ, സൂപ്പർ താരം, വ്യക്തി എന്നതിലൊക്കെ ഉപരി ലോകത്തെമ്പാടുമുള്ള മലയാളിക്ക് ഒരു വികാരമാണ് ലാലേട്ടൻ. ഇന്ന് എന്നോടൊപ്പം ഈ ക്രിസ്മസ് ദിനത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ലാലേട്ടനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യനായിക എന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രി ആകെ വിളിക്കുന്ന ശ്രീമതി മീനയുമാണ് ഉള്ളത്. ഇരുവരുടെയും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം. നമസ്കാരം. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റൊമാൻസ് ഒക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു പ്രതീതിയാണുള്ളത്. എന്താണ് ഈ സിനിമ? ഈ സിനിമ പ്രണയത്തെക്കുറിച്ചുള്ള സിനിമ തന്നെയാണ്. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന അതേ വികാരം ഈ സിനിമ കാണുമ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, ഈ ചിത്രത്തിലെ കഥാപാത്രമായ ഉലഹന്നാന് അയാളുടെ ജീവിതത്തിലെ ഒരുപാട് വിരസകതകൾ, ഒരുപാട് എന്താ പറയുന്ന ഒരു ഉത്സാഹമില്ലായ്മ, ഒരുപാട് കാര്യങ്ങൾ അയാളെ ഷെയർ ചെയ്യുന്ന അയാളുടെ സുഹൃത്തുക്കളോടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അവസാനം അയാൾ കണ്ടെത്തുകയാണ് എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന്. അയാളുടെ മനസ്സിലെ പ്രണയമാണ്. അത് അയാളുടെ ഭാര്യയുമായിട്ട് വീണ്ടും പങ്കുവെക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ മുന്തിരിവള്ളികൾ തളർക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അതിലുപരി അവരുടെ ഒരു ഫാമിലി, അവരുടെ കുട്ടികളിലേക്കൊക്കെ അതവർ നമ്മൾ പോകുന്നുണ്ട്. അവരുടെ വികാരങ്ങൾ എന്താണ്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണ്. അപ്പോൾ ഇതൊരു സൊസൈറ്റിയിലെ ഒരാൾ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഒരു വലിയ വിഭാഗത്തിൽ പെടാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഉലഹന്നാൻ എന്ന് പറയുന്ന ഇപ്പം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഹൗസിംഗ് ബോർഡിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് 1.5 വർഷമായുള്ളൂ. അപ്പം ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളും വൈകിട്ടാകുമ്പോൾ അവരുടെ ഓരോ ചെറിയ ചെറിയ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ കണക്ട് ചെയ്യുന്നത് വീട്ടിലെ ബെറ്റർ ഹാഫുമായിട്ടാണ്. അത് പല രീതിയിലാണ് പലർക്കും. അപ്പോൾ നമ്മൾ ആ ടാഗ് ലൈൻ അവസാനം ഇയാൾ കണ്ടെത്തുന്നത് മൈ ലൈഫ് ഈസ് മൈ വൈഫ് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ പോകുന്നു, അതിലേക്ക് എങ്ങനെ നമ്മൾ ആ കഥയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയുടെ പ്രമേയം. ചിത്രത്തിന്റെ ടീസറിൽ നമ്മൾ കാണുന്ന ഒരു ഡയലോഗുണ്ട്. ലാലേട്ടൻ ഇങ്ങനെ കിണറിന്ന് വെള്ളം കോരി നിൽക്കാൻ നേരത്ത് വന്ന് ശ്രീ അനുമനൻ പറയുന്നുണ്ട്, ഈ നിങ്ങളൊരു സ്കൂളല്ല സർവകലാശാലയാണെന്ന്. അപ്പൊ അങ്ങനെ മലയാളിക്ക് മുഴുവൻ പ്രണയത്തിന്റെ സർവകലാശാലയാണ് ലാലേട്ടൻ എന്നുള്ള ആക്ടർ. അപ്പോൾ അനിമയ്ക്ക് എന്താണ് ഉലഹന്നാന്റെ പ്രണയത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഉലഹന്നാൻ ഈസ് എ വെരി ലവിങ് പേഴ്സൺ. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ ലൈഫ് ടേക്സ് എ ലോട്ട് ഓഫ് ടേൺസ് ആൻഡ് അങ്ങനെ ദേ ഗെറ്റ് ബിസി വിത്ത് ദെയർ ഓൺ വർക്ക്. അങ്ങനെ കുറേ അതെ കുട്ടികളൊക്കെ ആയ ശേഷം ദേ ഗോ ദേ ഡിഫറെൻറ്റ് വേസ്. പിന്നെ എങ്ങനെ അത് തിരിച്ചറിഞ്ഞ് ഹൗ ദേ ഗെറ്റ് ബാക്ക് ടു ദെയർ ഓൺ സെൽഫ്. പ്രണയം എങ്ങനെ തിരിച്ചു വരുന്നു അവരുടെ ലൈഫിലേക്ക്. സോ ഇതിനിടയിൽ ഞാൻ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ദെൻ ഐ ഓൾസോ ബിക്കെയിം വെരി ബിസി വിത്ത് മൈ ഓൺ ലൈഫ്, കിഡ്സ് ആൻഡ് അവരുടെ സ്റ്റഡീസ്. എൻ്റെ സെറ്റിയിൽ TV കാണുന്നതും പിന്നെ കുക്കിംഗ് ഇങ്ങനെ എൻ്റെ ലൈഫ് സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ദെൻ ഹൗ വി ബോത്ത് ഗെറ്റ് ബാക്ക്, ഹൗ വി മിസ് ഈച്ച് അതർ. ഞാൻ എൻ്റെ ക്യാരക്ടർ, ഈ ഉലഹണ്ണൻ എന്ന ക്യാരക്ടറിനെ വളരെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ അത് തിരിച്ചറിഞ്ഞ് ഹൗ ഐ സപ്പോർട്ട് ഹിം ആൻഡ് ഹൗ happy she becomes later. അതാണ്, ഇറ്റ്സ് ലൈക്ക് ടോട്ടലി എ വെരി ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. കുറേ എമോഷൻസ് ഉള്ളിലുണ്ട്, ബട്ട് ഷി ഡസൻറ്റ് എക്സ്പ്രസ് ടു മച്ച് ഓൾസോ. ബ്രദർ ക്യാരക്ടർ വരുമ്പോൾ she will not express everything, but she'll tell a little bit here and there. കുറച്ച് ഇമോഷൻസ് പറഞ്ഞുണ്ട്. ബട്ട് ഷി കാൺട്ട് ഉലഹനനെ ഇത് തെറ്റാന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഓൾസോ. ഷി കാൺട്ട് ലെറ്റ് ഹിം ഡൗൺ. സോ ആസ് എ വൈഫ് ഷി വാസ് ലൈക്ക് എന്ത് സങ്കടങ്ങൾ ഉണ്ടായാലും ഷി വാസ് ലൈക്ക് നോട്ട് ഗിവിങ് അപ്പ് ഓൺ ഹർ ഹസ്ബൻഡ്. യെസ്.
നിങ്ങൾ രണ്ടുപേരെയും ഒടുവിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടത് ദൃശ്യം എന്ന ചിത്രത്തിലാണ്. ദൃശ്യത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ട് പാട്ടുകളൊക്കെ കണ്ട് നല്ലൊരു കുടുംബം, സന്തോഷമായിട്ടിരിക്കുന്ന കുടുംബം ഒക്കെ കണ്ട് ഞങ്ങൾ തിയേറ്ററിൽ കയറിയപ്പോൾ ഒരുപാട് ടെൻഷനാണ് ഞങ്ങളെല്ലാവരും അനുഭവിച്ചത്. അപ്പോൾ ഇതിലും അങ്ങനെ ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കാനുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ട്? ഇപ്പോൾ കേട്ടിടത്തോളം ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫീൽ ഗുഡ് ഫിലിം ആയിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. പക്ഷേ നമ്മൾ സിനിമയിൽ എന്തായാലും ഒരു ഇമോഷൻ എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇവരുടെ ഇമോഷൻസ് മാത്രമല്ല, ഇവർ തീർച്ചയായിട്ടും ഒരു പുതിയ ജനറേഷന് ഒരു ഇതിൽ കൂടെ കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ. പുതിയ ജനറേഷൻ എന്നുള്ള ഒരു വാക്കൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് അച്ഛനമ്മമാരുടെ സ്നേഹത്തോട് കണ്ടാണ് അവർ വളരേണ്ടത് എന്ന് പറയുന്നൊരാശയം കൂടെ ഈ സിനിമയിലൂടെ നമ്മൾ കാണികൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലാലേട്ടനോട് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ചിത്രത്തിൻ്റെ ഒരു തുടക്ക സമയത്ത് ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, മൈ ലൈഫ് ഇസ് മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ വന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞത് നിങ്ങളുടെ അങ്ങനത്തെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനാണ്. ലാലേട്ടൻ്റെ മൈ ലൈഫ് ഇസ് മൈ വൈഫ് എന്നുള്ളൊരു ഒരു മൊമെൻ്റ് എന്തായിരുന്നു? ആ കോൺടെസ്റ്റിൻ്റെ അതേ ചോദ്യം ലാലേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ ആ സുന്ദര മുഹൂർത്തങ്ങൾ പകർത്തി അയക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പോൾ അതുപോലെ ഞാൻ ലാലേട്ടനോട് ഞാൻ ചോദിക്കുകയാണ്. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എൻ്റെ വൈഫും വളരെ വെരി സെൽഡം വി മീറ്റ് അല്ലേ, ഞങ്ങൾ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു എന്താ പറയുന്നത്, കാണുമ്പോഴുള്ള ഒരു പെപ്പപ്പ് എപ്പോഴും ഉള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നു, അതുപോലെ അവർ നമ്മളെ തിരിച്ച് ചെയ്യണം എന്നാണ്. ഒരു മധുരസുന്ദര നിമിഷം എന്ന് പറയുകയാണെങ്കിൽ നിമിഷങ്ങളാണ്. നമ്മളത് ഹൗ യു പെർസീവ്, ഹൗ യു കണക്ട് യുവർ ഹാപ്പിനെസ് വിത്ത് സംബഡി എൽസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അതൊരു പ്രത്യേക, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ഏറ്റവും ഇറ്റ് ക്യാൻ ബി ആൻ ആക്ട്, അല്ലെ, അത് റിയൽ ആകാം. പക്ഷെ നമ്മൾ സന്തോഷത്തോടെ നമ്മളും കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമുക്കും പറയാം മൈ ലൈഫ് ഈസ് മൈ വൈഫ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് വർണ്ണപ്പകിട്ട് എന്നുള്ള ചിത്രത്തിലാണ്. വർണ്ണപ്പകിട്ട് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ, മിസ്റ്റർ ബ്രഹ്മചാരി, നാട്ടുരാജാവ്, ചന്ദ്രോത്സവം, ഉദയനാണ് താരം, ദൃശ്യം, അങ്ങനെയുണ്ട്. അപ്പം എന്താണ് ലാലേട്ടനെ കുറിച്ചുള്ള ഫസ്റ്റ് മെമ്മറി? എന്താണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച ആ ഒരു ആദ്യത്തെ ഒരു ഓർമ്മ എന്താണ്? ഒരുപാട് ആൾക്കാരോട് അഭിനയിച്ചാലും പക്ഷെ എന്നാൽ നമുക്ക് മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാൽ സാർ ഹീസ് എൻ്റെ മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. എവ്രിബഡി ലവ്സ് ഹിം ആൻഡ് എവ്രിബഡി അവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും they want to see the movie. Even in movies, in TV channels, എപ്പോൾ അവരുടെ സിനിമ വന്നാലും they don't go for any other channels. Absolutely no more changes. അതിൽ തന്നെ they watch his movies. So അങ്ങനെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അവരുടെ വലിയ biggest fans. And it was like a dream come true for me to work with him. And ആദ്യത്തെ സിനിമയിൽ he didn't behave like one superstar. He was very soft, very normal, very down to earth, very jovial. എനിക്കപ്പോൾ ഇത്ര കൂടി മലയാളം വരില്ല. ഐ വാസ് വെരി ബാഡ് ഇൻ മലയാളം ദോസ് ഡേയ്സ്, ബിക്കോസ് ഞാൻ പിറന്നു വളർന്നതെല്ലാം ചെന്നൈയിൽ. സോ ദോസ് ഡേയ്സ് ഐ വാസ് ഹാവിങ് എ വെരി ടഫ് ടൈം മലയാളം ഡയലോഗ്സ് പറയാൻ. But he used to be very patient. He used to explain what the meaning is. So Anganaka, he used to teach a lot. He used to help me a lot during the movie shoots. Yeah, and he's a big foodie. He loves food, and he used to make us all try all different cuisines, and it's a beautiful, wonderful memories. ഞാൻ തിരിച്ചു അതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടനോട് എന്താണ് അങ്ങനെ ഒരു ആദ്യത്തെ ഓർമ്മ എന്താണ് നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴുള്ള ഒരു? തീർച്ചയായിട്ടും മിന എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ മലയാളത്തിലേക്ക് ക്ഷണിക്കുന്നത് അന്നത്തെ ഏറ്റവും ഒരുപാട് ഭാഷകളിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് മിന. പിന്നെ നമുക്ക് പുറത്ത് ജനിച്ച് വളർന്നൊരു കുട്ടിയുടെ കഥയാണ്, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട്. അപ്പം അതിൽ ഏറ്റവും നല്ല സുന്ദരിയായൊരു കുട്ടിയായിരിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിന് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടബിൾ ആകുന്ന മീനയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചും പറയാം. അവരും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അവർ നമ്മുടെ ഒന്നാമത് എനിക്ക് തോന്നുന്ന മീനയുടെ ഫാമിലിയിൽ പലരും സിനിമയിലൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. സോ സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ ധാരണയുള്ളതാണ്. ഒരു പ്രൊഡ്യൂസറുടെ വാല്യൂ അല്ലെങ്കിൽ ഡയറക്ടറുടെ വാല്യൂ,
കൂടെയുള്ള ആർട്ടിസ്റ്റുകളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരോട് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് വളരെ കംഫർട്ടബിളാണ്. അന്നത്തെ മീനിയും ഇന്നത്തെ മീനിയും തമ്മിൽ എന്താ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്? അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നുള്ള വ്യത്യാസമല്ല, എല്ലാവരും അതുപോലെ തന്നെയാണ്. 2 കുട്ടികളാണ് ഇപ്പോൾ, ഒന്ന് മീന്, ഒന്ന് മീനയുടെ കുട്ടി. അതുപോലെ തന്നെയാണ്, മീനക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സിനിമ ശ്രീ വി ജി ജെയിംസിന്റെ പ്രണയോപനിഷത്തുനിന്ന് ഇൻസ്പയർ ചെയ്ത് വന്നതാണ് എന്ന് കേൾക്കുന്നുണ്ടായി. എത്രത്തോളം അതുമായിട്ട് സാമ്യമുണ്ട്? അതൊരു ചെറിയ കഥയല്ല. അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം, അതിനൊരു സിനിമയാക്കണം, 2.5 മണിക്കൂർ സിനിമയാക്കണമെങ്കിൽ അതിലൊരുപാട് മറ്റ് ക്യാരക്ടേഴ്സുകളെ ചേർക്കണം. ആ ഒരു തോട്ടാണ് അവരെടുത്തിരിക്കുന്നത്. പിന്നെ അതിനൊരു എൻഡിങ് വേണം അല്ലേ. അപ്പം നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കഥയാക്കി അതിനൊരു 2.5 hours ഒരു സ്ക്രിപ്റ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആശയം അതാണ്, പ്രണയം എന്നുള്ളത്. 2ാമത്തെ പ്രണയമാണ് ഉലഹന്നാൻ്റെ. എല്ലാവർക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പ്രണയിക്കാതെ വിവാഹം കഴിച്ചിട്ട് 19 വർഷമായി എന്ന് പറഞ്ഞുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഒരു പരാമർശം കൂടി അതിനകത്തുണ്ട്, അത് ശ്രദ്ധിച്ചായിരുന്നു? അല്ല, പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഇവര് ഇപ്പൊ കല്യാണം കഴിച്ച് കുറെ നാളായി ഉലഹന്നാൻ പറയുന്നത്, ഞാൻ അവരുടെ സ്പേസിലേക്ക് കടക്കാറില്ല, അവരെ ബോറടിപ്പിക്കാറില്ല, അതുപോലെ തിരിച്ചും ആണെന്നാണ്. എപ്പോഴും അങ്ങനെയല്ലേ, ഞാൻ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അവരുടേത് എന്താ എന്ന് മനസ്സിലാക്കാതാണ് ഒരുപാട് പേര് പെരുമാറുന്നത് അല്ലേ. അപ്പം അതുപോലെയാണ് ഉലഹന്നാനും. പിന്നെ അയാൾ റിയലൈസ് ചെയ്യാണ് എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഇടയിൽ, ആൻഡ് ഹൗ വി ക്യാൻ. ജീവിതത്തിൽ റീടേക്കുകളാകാം എന്നാണ് പറയുന്നത് ചില കാര്യങ്ങളിൽ അല്ലേ. ജീവിത റീടേക്കുകളില്ല എന്ന് പറയുന്നത് പോലെ ഉലഹന്നാൻ പറയുന്നത് ചില കാര്യങ്ങളിൽ റീടേക്കുകളാകാം, അല്ലാതെ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അന്ന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം അല്ലേ. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് തള്ളിക്കളയാൻ പറ്റും. ഇതില് ആദ്യത്തെ ടീസറിൽ മുൻപ് ഒരിക്കൽ 30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പറഞ്ഞ അതേ ഡയലോഗ്. അത് വീണ്ടും പറയുമ്പോൾ എന്തായിരുന്നു ആ ഉള്ളിൽ ഉണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അങ്ങനെ ആ സിനിമയിലെ ഏറ്റവും കഥലായ ഒരു ഭാഗമായിരുന്നു ആ ഡയലോഗുകൾ. ഈ സിനിമയിലും ഈ ഡയലോഗിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണത് മുന്തിരിത്തോപ്പുകളിൽ നമുക്ക് പോകാമെന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് വീണ്ടും ഞാൻ നിനക്കെൻ്റെ പ്രേമം തരുന്നതാണ്. അപ്പോൾ നമ്മളൊരു സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിന്നെ പ്രണയിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ആനിയമ്മയും ഉലഹന്നാനും ആവുമ്പോൾ ഉലഹന്നാന് പറയാവുന്നത് ബൈബിളിൽ നിന്ന് ഒരു കോട്ട് തന്നെയാണ്, സുഭാഷിതങ്ങളിൽ ഒരു കോട്ടായിരിക്കും പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിലേക്ക് വരികയും അതിൽ കൂടുതൽ അതിലും നല്ല ഒരു കോട്ട് കിട്ടാനില്ല ആ സമയത്ത് ഉലഹന്നാന് പറയാൻ. പിന്നെ അവര് ബൈബിള് വായിക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആനിയമ്മയാണ് കൂടുതൽ വായിക്കുന്നത്, ഇയാൾ വായിക്കാറില്ല. ഞാൻ പ്രേക്ഷകർക്കായി എനിക്കായി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതേ ഡയലോഗ് ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി പറയാമോ? അധികാലത്തെണീറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രേമം വീണ്ടും നിനക്ക്. ഇതിപ്പം അതുപോലെ ആയിരിക്കില്ല, ഓരോ ബൈബിൾ ഓരോ തരത്തിലാണ്. അല്ല, തീർച്ചയായും ഡയലോഗ് ടീച്ചറിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എപ്പോഴും. പക്ഷെ അത് ലാലേട്ടന്റെ ഈ ഡയലോഗ് ഓർത്തു വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പകൽ നക്ഷത്രത്തിൻ്റെയൊക്കെ സമയത്ത് വലിയൊരു പേജ് ഡയലോഗ് കിട്ടുകയും അത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫുൾ ഈസി ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് ആ ഒരു സ്കില്ല്? എങ്ങനെയാണ് അല്ല, പഠിച്ചിരുന്ന സമയത്തേക്ക് ഇങ്ങനെ പഠിക്കായിരുന്നു? ഞാൻ മെമ്മറൈസ് ചെയ്യാറില്ല ആക്ച്വലി എൻ്റെ ഡയലോഗുകൾ. അതിപ്പോൾ ഇത്രയും വർഷത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയാം. ഞാൻ 2-3 പ്രാവശ്യം അത് വായിക്കുകയും ചിലപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ പറയുന്നത്, പക്ഷെ അതിൻ്റെ കണ്ടന്റ് കറക്റ്റ് ആയിരിക്കും. അത് അറിയാതെ വരുന്നൊരു സംഭവമായിരിക്കാം. പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്ന അതേപോലെ ആയിരിക്കില്ല പറയുന്നത്. ചില ഡയലോഗുകൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ മീനിങ് ശരിയായാൽ മതിയായിരിക്കാം. അതെല്ലാ ഡയലോഗിലും പറ്റില്ല. വളരെ ചില ഡയലോഗുകൾ അത് തന്നെ പറയേണ്ടതുണ്ട്, എന്നാലേ അതിൻ്റെ മീനിങ് വരുള്ളൂ. അല്ലാതെ ചിലപ്പം വലിയ ഡയലോഗുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ മാത്രം ഒരാൾ വേണമെങ്കിൽ സൈഡിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരും. വേറെ സിനിമകളിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് മാത്രം കേട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോൾ ചിലപ്പോൾ പക്ഷേ നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ച് പറഞ്ഞാൽ അയാളുടെ ഇമോഷനിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം അതൊരു ബാക്ക് ഡ്രോപ്പിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടാകും. നമ്മളത് ഒന്ന് മെമ്മറൈസ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് ജോലിയുടെ ഭാഗമായിട്ടത് പിന്നെ
മനസ്സിൽ എവിടെയോ അത് കിടപ്പുണ്ട്. ഈ തെലുങ്കിൽ ചെന്നപ്പോഴൊപ്പം എങ്ങനെയായിരുന്നു? തെലുങ്ക് അല്ല, വേറെ നമുക്കൊന്നും ചെയ്യാനില്ല, പഠിച്ചു പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാര്യം ഡബ് ചെയ്യേണ്ടതാണല്ലോ. പക്ഷെ തെലുങ്കിൽ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ചെയ്തത് മലയാളവും തെലുങ്കും നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് മലയാളി. അയാൾ ഏതാണ്ട് 2000 പാട്ടുകൾ കൂടുതൽ പാടിയിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല, ഈ ഭക്തി ഗാനങ്ങള്. അപ്പൊ വളരെ പെർഫെക്റ്റ് തെലുങ്കാണ് അദ്ദേഹത്തിന്റെ. സോ അദ്ദേഹമാണ് എന്നെ സഹായിക്കാനായിട്ട് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും നല്ല തെലുങ്കിൽ തന്നെയാണ് എഴുതി പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പറയുന്നത് കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും പ്രോംപ്റ്റ് ചെയ്തോ പറയുന്നത് എന്തായാലും ആ പറയുന്ന വാക്കുകൾ കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് മാറുന്നത്. In fact, I was very stunned. Dialogues. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതെ, ഡബിങ് കൂടെ അവർ തന്നെ ചെയ്തു. So I was really stunned when I heard all the dialogue. എത്ര വലിയ വലിയ ഡയലോഗ്സ് തെലുങ്കിലെ സിനിമയിലെ ഒരു കുറച്ചുകൂടെ കൊളോക്കിയൽ തെലുങ്കാണ് പറയുന്നത്. പക്ഷെ മറ്റേ സിനിമ ഞാനല്ല ഡബ് ചെയ്തത്. എനിക്ക് ഡബ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നമ്മളെ വേറൊരു ശബ്ദത്തിൽ കാണുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പൊതുവേ. ഇല്ല, നിങ്ങൾ ഒരു പക്ഷെ മലയാളിക്കായിരിക്കും അത് കൂടുതൽ എൻ്റെ ശബ്ദമായിട്ട് വളരെയധികം പരിചിതമായ എൻ്റെ ശബ്ദമായിട്ട് അല്ലേ, അതുകൊണ്ട് ആയിരിക്കാം. അല്ലാതെ പുതിയതൊരാൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യത കുറവായിരിക്കും. കാര്യം വളരെ എന്താ എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ ഈ MTI എന്ന് പറയും, മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. അപ്പം എത്ര പറഞ്ഞാലും അത് പെർഫെക്റ്റ് ആകണമെന്നില്ല. അപ്പം നമ്മൾ അവിടുത്തെ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പം ഏറ്റവും കറക്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മറ്റൊരാൾ ചെയ്യാൻ പറയും. പക്ഷെ അത് തീർച്ചയായിട്ടും കുറച്ച് നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം അയാൾ ആക്ട് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞാലും അയാളുടെ ഇമോഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ആക്ടേഴ്സ് പറ്റുമെങ്കിൽ അവർ തന്നെയാണ് ഡബ് ചെയ്യേണ്ടതെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ സിനിമ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ സിനിമ ഞാൻ പിന്നെ അത് കണ്ടപ്പോൾ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ കഥയിലൂടെ അത് സഞ്ചരിച്ചു. ഒരുപാട് വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. ചൈൽഡ് ആർട്ടിസ്റ്റായി തുടങ്ങി, അതിനുശേഷം നായികയായി നമ്മൾ കണ്ടു. കല്യാണം കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും സാധാരണ ഒരുപാട് നടിമാര് വിവാഹത്തോടു കൂടി അഭിനയം ഉപേക്ഷിക്കും. പക്ഷെ അതിനുശേഷമുള്ള വരവിലാണ് വലിയ വലിയ ഹിറ്റുകൾ വീണ്ടും വരുന്നത്. ടച്ച് വുഡ്. അപ്പോൾ ഇത്രയും നാളത്തെ ഈ ഒരു സിനിമ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി തുടങ്ങി ഇപ്പം ഇങ്ങനെ വരെ എത്തി നിൽക്കുന്നത്, എന്താണ് തോന്നുന്നത്? എനിക്ക് അറിഞ്ഞതെല്ലാം മൂവീസ് ആൻഡ് ആക്ടിങ് അത് മാത്രമേ അറിയൂ. ആൻഡ് 8th സ്റ്റാൻഡേർഡ് ആ സമയത്ത് ഒക്കെ എന്തോന്നല്ലേ കൂടുതലും സജീവമായത്? 8th സ്റ്റാൻഡേർഡ് അപ്പോൾ ഞാൻ ഹീറോയിനായി. അതിന് മുമ്പ് I was like 4.5 when I came to the industry. So അപ്പം മുതൽ I've been in the industry on and off. പഠിക്കുന്ന സമയത്ത് mostly I will be in the shooting place, in the set floors. പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. സോ all my life I was in the movies. എനിക്ക് അതിന് വേറെ ഒന്നും എനിക്കറിയില്ല. I only know about movies and acting. So and I'm very comfortable here. In fact, a ചെറിയ ബ്രേക്ക് എടുത്തപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം I was little bored also. ചെയ്യാൻ അറിയില്ല. And I was little bored. But ഞാൻ തിരിച്ച് ഇവിടെ വരും, തിരിച്ച് ഹീറോയിനായിട്ട് തന്നെ സിനിമകൾ ചെയ്യും എന്ന് വിചാരിച്ചില്ല ആഫ്റ്റർ മൈ മാരേജ്. ബട്ട് ടച്ച് വുഡ്, സീരിയസ്ലി ഐ എം വെരി ലക്കി ഇൻ ദാറ്റ് വേ. മകളെ കാണുമ്പം പണ്ടത്തെ ഓർമ്മകളിലേക്കൊക്കെ പോവാറുണ്ടോ? മകള് സെയിം അതേ ഏജിലാണ്, അതേ പ്രായത്തിലാണ് ഞാനും വന്നത്. സോ ഇറ്റ് ജസ്റ്റ് സോ ഹാപ്പൻഡ് അവരും ആ പ്രായത്തിൽ തന്നെ ഷീ ഡിഡ് ഹർ ഫസ്റ്റ് മൂവി നൈനിക. യെസ്. And fortunately that movie വളരെ ഒരു നല്ലൊരു ബ്രേക്കായ ഒരു നല്ല വിജയം. And she also received a lot of good name. എല്ലാം തമിഴിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും, എല്ലാ കേരളത്തിലും and ആന്ധ്ര എല്ലാ സ്ഥലത്തിലും she also got a good name. So ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാണ്. എന്തോ അറിയില്ല, I don't know. 90കളിലൊക്കെയുള്ള ലാലേട്ടൻ്റെ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സമ്പന്നമായിട്ടുള്ള സഹനടന്മാർ, അത് എല്ലാവരും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ ഒരു ഇംപ്രഷൻ വെച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ, സുകുമാരി അമ്മ, അങ്ങനെ ഇപ്പം ആരോഗ്യം അത്ര നന്നല്ലാതിരിക്കുന്ന ജഗദീഷ് ശ്രീകുമാർ, അങ്ങനെ ഒരു കുതിരവട്ടം, പപ്പു, നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവരെല്ലാവരും
ഓരോ സിനിമകൾ ഓർക്കുമ്പോൾ നമുക്ക് ഇവരുമായിട്ടുള്ള സീൻസും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പുതിയൊരു ജനറേഷനാണ്. ഇപ്പോൾ ഷാജോൺ, അജു വർഗീസ്, അനൂപ് മേനോൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസവും അവർ മിസ് ചെയ്യുന്നുണ്ടോ? അന്നത്തെ ഒരു ജനറേഷൻ ഇന്നത്തെ ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും അവരെ കൂടെ അഭിനയിക്കുന്ന സമയത്തിൽ ഇപ്പോൾ ഈ ചിത്രം ഞാൻ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ താമസിക്കുന്ന മഹാറാണി ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് മെമ്മറീസ് നമുക്ക് വരും. കോഴിക്കോടിൽ ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പുവേട്ടനായിട്ടായാലും ശങ്കരാടി സാറുമായിട്ടായാലും ഒരുപാട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ നമ്മളെപ്പോഴും ഒരു സിനിമ അവരെ പറ്റി കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് സങ്കടം വരുന്നത്. നമ്മുടെ കൊളീഗ്സിന് ഒരുപാട് പേർക്ക് മരിച്ചു പോയി, ഒരുപാട് പേര് സുഖമില്ലാതായി. നമ്മളും നാളെ എന്താകുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ ഇപ്പം പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ SP പിള്ള സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, അല്ലെങ്കിൽ ശിവാജി ഗണേശൻ, നാഗേശ്വര റാവു, അമിതാഭ് ബച്ചൻ. അപ്പം അങ്ങനത്തെ ഏറ്റവും വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഞാൻ സത്യനന്ദിക്കാടുമായിട്ടൊരു സിനിമ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രിയദർശനുമായിട്ടൊരു സിനിമ ചെയ്യുകയാണ്. ആ സിനിമകളിലൊക്കെയാണ് അവരെ കൂടുതൽ നമുക്ക് ഓർമ്മ വരുന്നത്. കാര്യം ഈ പ്രിയനൊക്കെ പറയും, നമ്മളെ ഈ സുകുമാരി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ റോൾ അവർ ചെയ്യുമായിരുന്നു, ഹനീഫ അല്ലെങ്കിൽ ശങ്കരാടി സാറ്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മളൊരു സിനിമയുടെ ഭാഗമായി മാറുമ്പോൾ ഇവരെല്ലാം അതിനെ പലതരത്തിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ടേഴ്സ് വീണ്ടും ഉണ്ടാകില്ല. നമുക്കൊരു കമ്പാരിസൺ ഇല്ലല്ലോ, കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ്. ശങ്കരാടി സാറിനെ പോലെ ഒരു ആക്ടർ ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ശങ്കരാടി സാറിനെ പോലെ ഒരു ആക്ടർ ഉണ്ടാവില്ലെന്ന് പറയുന്നത്? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സങ്കടമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നത്. മാം ഇതുപോലെ കോസ്റ്റാർസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെയും ഹീറോയിൻ ആയിട്ടുണ്ട്. രജനീകാന്ത്, കമൽഹാസൻ, ഇനി ഇവിടെ വരികയാണെങ്കിൽ ലാലേട്ടൻ, ശ്രീ മമ്മൂട്ടി, സുരേഷ് ഗോപി, അങ്ങനെ എല്ലാ ഭാഷയിലെയും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയാണ് നായിക എത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? I'm very fortunate to work with such legends, എല്ലാ ലാംഗ്വേജസിലും. Moreover, it's a good thing because ഞാൻ വരുന്ന സമയത്ത് തന്നെ I had to work with such big people, big personalities. അവരോടൊപ്പം ചെയ്യുമ്പോൾ the dedication, the sincerity and the punctuality, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഞാൻ പഠിച്ചു. So in a way, it really taught me a lot of things. Maybe that is also one of the reasons ഇത്ര കാലം ഞാൻ ഇങ്ങനെ സസ്റ്റെയിൻ ആകാൻ ഒരു സാധ്യത. I don't know, maybe that's one of the reasons, I don't know, but I'm very fortunate. എല്ലാവരോടൊപ്പം ഒരേ സിനിമ അല്ല, പല സിനിമകൾ ചെയ്യാൻ കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, അത് വളരെ സന്തോഷം എനിക്ക്. വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ഇവിടെ ഭാഗ്യ നായിക എന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഭാഗ്യ ജോഡിയായിട്ടാണ് മലയാളി പ്രേക്ഷകർ പറയാറുള്ളത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ, സ്വയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അല്ല, but I feel really good. അല്ല, because ലാൽ സർ കുറേ ഹീറോയിൻസോട് ചെയ്തിട്ടുണ്ട്, കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് വിത്ത് ദ സെയിം ഹീറോയിൻ. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ ഇത് ദിവ്യ ജോഡികൾ അങ്ങനെ പറയുമ്പോൾ I feel really good, because he's one of my favorite co-star, favorite actor and the complete actor. അത്ര വലിയ ഒരു ഹീറോടൊപ്പം നമ്മൾ when they say that you're the best pair അങ്ങനെ പറയുമ്പോൾ I really feel good. It makes me feel so honored. ലാലേട്ട, ഇപ്പം 2016 ഈ ഒരു വർഷത്തിനെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ എന്നുള്ള ആക്ടറിന്റെ കരിയറിൽ ഒരുപാട് പ്രത്യേകതയുള്ള വർഷമാണ്. പുലിമുരുകൻ ഭയങ്കര സക്സസ് ആയിരുന്നു. അതുപോലെ ജനതാ ഗാരേജ് അതുപോലെ തന്നെയായിരുന്നു. ഒപ്പം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് ഡിസംബർ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് 2016 എന്നുള്ള ഒരു വർഷം എങ്ങനെ ഒരു സ്വയം ഒരു അവലോകനം ചെയ്യുമ്പോൾ എങ്ങനെ പോയി? വർഷങ്ങളായിട്ട് നമുക്ക് അവലോകനം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കരിയറിലെ ഏതാണ്ട് 335 സിനിമ എന്താണ്, ഇപ്പം ഈ സിനിമ 336ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അത്രയും ട്രാവലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഘടകമുണ്ട്. അത് ഒരുപാട് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ആയിരിക്കാം, ഒരുപാട് അറിഞ്ഞുകൂടാത്ത എനർജികളായിരിക്കാം. അതിനെയൊക്കെ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു.
പുതിയ സിനിമകളും ഇനി നല്ല സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സിനിമകൾ മാത്രമല്ല, എല്ലാവരുടെ സിനിമകളും വളരെ സക്സസ്ഫുൾ ആകണേ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആ ഒരു ഫ്രട്ടേണിറ്റിയിൽ നിൽക്കുമ്പോൾ ഇപ്പം മീന പറഞ്ഞതുപോലെ ഞാനും ശിവാജി സാറും അല്ലെങ്കിൽ പ്രേംനസീർ സാറും ആയിട്ട് ഒരുപാട് തിക്കൂർ സാർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നൊരു ഗുരുത്വം നമുക്കുണ്ട്. അവരുടെ ഈ പറഞ്ഞ പോലെ അന്നത്തെ സിനിമയൊന്നുമല്ല ഇന്നത്തെ സിനിമ. അന്ന് വളരെ കഷ്ടപ്പെട്ടാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പങ്ക്ച്വാലിറ്റിയെ പറ്റി നമ്മൾ പഠിക്കും, അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബഹുമാനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പം ഞാൻ പുതുതായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പം ഞാനൊരു ചെറിയ കുട്ടിയാണ്, മറ്റാളാണ് എന്നുള്ള ഒരു ഭാവമില്ലാതെ തന്നെ അവർ വളരെ സ്നേഹത്തോടെയാണ് കൊണ്ടുനടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ അത്തരത്തിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അവരുമായിട്ട് നമുക്ക് യാതൊരു വിരോധമില്ല, ആരുമായിട്ടുമില്ല. അപ്പം അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ പഠിച്ച ഒരു ഫ്രറ്റേണിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിലുള്ള അതിൻ്റെ എല്ലാ സിനിമകളും സക്സസ്ഫുള്ളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. 100 കോടി ക്ലബ്ബ് അതിൽ കടന്നു. അപ്പോൾ അതും മലയാള സിനിമാ ചരിത്രത്തിലൊരു റെക്കോർഡിട്ടു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാര്യം ഞാൻ കൂടുതലായിട്ടും അടുത്തിടെ കാണുന്ന ലാലേട്ടൻ്റെ ഇന്റർവ്യൂസിലൊക്കെ വളരെ കാമായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയിലല്ലാണ്ട് നമ്മൾ ടി വിയിൽ കാണുമ്പോഴൊന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് 100 കോടി ക്ലബ്ബിൽ കയറിയ ഒരു സമയത്ത്? ഇല്ല, ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ 365 ദിവസം ഓടിയ സിനിമയാണ് ചിത്രം. ആ സമയത്ത് അത് ഏറ്റവും വലിയ കളക്ഷനുള്ള സിനിമയാണ്. 365 ദിവസം ഓടിയ സിനിമയാണ് മണിച്ചിത്രത്താഴ് അല്ലേ. ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ ഇതാണ്. അപ്പം ഒപ്പം എന്നുള്ള സിനിമ അത് കഴിഞ്ഞ് വന്നു. ജനതാ ഗാരേജ് എന്ന് പറയുന്ന 100 കോടി ക്ലബ്ബ് കഴിഞ്ഞു. അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. അത് എക്സൈറ്റ്മെന്റിൽ തന്നെ മാത്രം ജീവിക്കുകയാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പം ഓരോ നിമിഷവും നമുക്ക് പലതരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ കൂടെയാണ് ജീവിക്കുന്നത്. ഇത് മാത്രം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ രസമായില്ല. അപ്പോൾ ആ അറിയുന്ന നിമിഷം അല്ലെങ്കിൽ അതൊക്കെ സന്തോഷകരമാണ്. നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മൾ എന്ന സങ്കടകരമായ കാര്യങ്ങളോ അങ്ങനെ കൊണ്ടു നടക്കാറില്ല. സങ്കടമെന്ന് മറ്റു പലരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു 100 കോടി കളക്ട് എന്ന് പറയുമ്പോൾ ഒരു മൊമെന്ററി ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അത് ആ സിനിമയുടെ വിജയം കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിലുള്ള സന്തോഷമാണ്. പണ്ട് കോളേജ് കാലഘട്ടത്തിൽ റെസ്ലിംഗ് ഒക്കെ ചെയ്യില്ലായിരുന്നു? അങ്ങനെ ഒരു റെസ്ലിംഗ് ചാമ്പ്യന് ഈ പുലിമുരുകൻ പോലെയുള്ളൊരു ആക്ഷൻ സിനിമയിലെ സംഘടന രംഗങ്ങളൊക്കെ എത്രത്തോളം ഒരുപാട് സിനിമകളിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതും ഒരു ഒരു കൊറിയോഗ്രാഫി, ഒരു ഡാൻസ് ചെയ്യുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിന്റെ. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും അത്തരം പണ്ടൊക്കെ ചെയ്യുന്നതും പിന്നെ നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് പലതരത്തിലുള്ളൊരു അത് ഒരു കൊറിയോഗ്രാഫിയാണ്. അതൊരു ആക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മേക്ക് ബിലീഫാണ്, ഹയസ്റ്റ് മേക്ക് ബിലീഫാണ്. ഒരാളെ നമ്മൾ ഇടിക്കുന്നില്ല, ചിലപ്പോൾ നമുക്ക് ഇടി കിട്ടും. പക്ഷെ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ഇപ്പോൾ ഒരു നൃത്തരംഗം ഏറ്റവും മനോഹരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്താൽ അത് ഏറ്റവും മനോഹരമാകും. അതിനെ കുറച്ച് മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവൽ. അപ്പം ഈ സിനിമയിലെ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് പീറ്റർ ഹെയ്ൻ അത്തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ തന്നെ നമുക്കത് ചെയ്യാനും പറ്റി. അപ്പം അതൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പം 38ഓളം വർഷങ്ങളായല്ലേ അഭിനയിച്ചുകൊണ്ട് ഇരിക്കുന്നു, ഞങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം സൂപ്പർ സ്റ്റാറാണ്. ഈ സമയത്ത് നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ തോന്നാറുണ്ടോ? ഇപ്പൊ ചെറിയൊരു ചിലപ്പോൾ ഒരു പക്ഷെ സില്ലി ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് പരിസരത്താണ്. ഇപ്പൊ മറൈൻ ഡ്രൈവിൽ പുറത്തേക്കൊന്നും ഇറങ്ങി നിൽക്കാൻ വലിയൊരു റോഡ് അവസാനമായിട്ട് എന്നാ റോഡ് ക്രോസ് ചെയ്ത് ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ സിനിമയിലായിരിക്കും ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണൽ ഹസാഡ് അങ്ങനെയുള്ള ഒരു വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് പ്രൊഫഷന്റെ ഭാഗമാണ് അല്ലേ. ഒരുപാട് പേർക്ക് അത്തരം ഞാൻ റോഡ് ക്രോസ് ചെയ്യാറുണ്ട്, ഞാൻ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് അല്ലേ. അത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുന്തിരിവള്ളിയിൽ തളർക്കുമ്പോൾ എല്ലാ ദിവസവും ബസ്സിലാണ് യാത്ര. കാര്യം ആ കഥാപാത്രം അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരുപാട് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ വേറെ തരത്തിൽ ദൈവം സാധിച്ചു തരുന്നുണ്ട്. ഇപ്പം റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. എവിടെയെങ്കിലും റോഡ് ക്രോസ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് സൈക്കിളിൽ ഓട്ടാൻ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ, കാർ ഓടിക്കാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു ഫോർമാറ്റിലാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ റിഗ്രറ്റ്സ് ഇല്ല, സങ്കടമില്ല. അയ്യോ എനിക്ക് അങ്ങനെ പിന്നെ അത്തരം ആഗ്രഹിച്ചിട്ട് കാര്യം. എനിക്കിപ്പോൾ സുഭാഷ് പാർക്കിൽ പോയിരുന്ന ഒരു ചായ കുടിക്കണം എന്തിനാ ആഗ്രഹിക്കുന്നത്? അത് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ പറ്റുമായിരിക്കാം. നിങ്ങളൊരു സിനിമയിൽ ഷൂട്ടിങ്ങിന് സുഭാഷ് പാർക്കിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ചായ കുടിക്കാം. അപ്പോൾ ഹൗ ടു അക്കോമഡേറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്
യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് എന്ന് പറയും അല്ലേ? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. ലാലേട്ടൻ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി. തീർച്ചയായും ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റും. പക്ഷേ സമയപരിമിതിയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ തിരക്കുകൾ രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ക്രിസ്മസ് കാലം കൂടിയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതെ, ക്രിസ്മസ് ഇസ് ഓൾവേസ് വെരി ലക്കി ഫോർ മീ. എൻ്റെ ദൃശ്യം ക്രിസ്മസ് റിലീസായിരുന്നു 2013. സോ അത് അത്ര വലിയൊരു വിജയമായി. സോ അതേപോലെ ആഫ്റ്റർ 3 years മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. സോ എല്ലാവർക്കും എൻ്റെ മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിൻ്റെ പ്രണയത്തിൻ്റെ മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടട്ടെ. അന്വേഷിക്കൂ എവിടേക്കാണ് മാതകള നരകം പൂത്ത് നിൽക്കുകയും അല്ലേ? മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ കൊണ്ടുപോയി കാണിക്കൂ. അവിടെ വെച്ച് വീണ്ടും നിങ്ങൾ പ്രണയിക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.